ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ രുചിയാത്രയ്ക്ക് തയ്യാറാണോ? അപ്പോൾ ഇന്ന് നമുക്ക് ഹോട്ടലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു തനി നാടൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. കപ്പളങ്ങ നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഈ കപ്പളങ്ങയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആളിനെ കാണാൻ വലിയ ഗ്ലാമറൊന്നുമില്ല, പക്ഷേ കറിയിലേക്ക് വന്ന മുഴുവൻ ക്രെഡിറ്റും ആൾ തന്നെ അങ്ങ് എടുക്കും. ഇനി ഒരു 10-15 മിനിറ്റിൻ്റെ ഗ്യാപ്പ് നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാം കേട്ടോ. എന്ന് വിചാരിച്ച് വലിയ വാചകടിലേക്കൊന്നും പോയേക്കില്ല കേട്ടോ. കറിയുടെ കാര്യം സ്വാഹാവും. അനുഭവസ്ഥർ സംസാരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് പോയി ഇളക്കി നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വീണ്ടും കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ ഓർക്കും, നമുക്ക് വീണ്ടും സമയം കിട്ടിയല്ലോ. ഇല്ല, ഈ പ്രാവശ്യം സമയമൊന്നുമില്ല, നമുക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചങ്ങ് തുടങ്ങാം. തേങ്ങാ വെള്ളം പിന്നെ നമ്മുടെ പണ്ടേ ഉള്ള വീക്ക്നെസ് ആണല്ലോ. നമ്മൾ കറിയിൽ പച്ചമുളക് ചേർത്തെങ്കിലും തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു 2 കാന്താരി ഇടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കാന്താരി നുള്ളി എടുക്കുന്ന വീഡിയോ എടുത്തത് അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടി ഇരിക്കട്ടെ ഒരു സ്റ്റൈലിൽ നിന്ന്. അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരി മുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ച് എടുക്കാം. സത്യം പറയാലോ, നമ്മൾ മലയാളികളുടെ കറിയിൽ തേങ്ങയില്ലെങ്കിൽ അത് മീറ്റിങ്ങിൽ പോയിരിക്കും മൈക്കില്ലാത്തൊരവസ്ഥയാണ്. ഇനി നമുക്ക് ആ അരച്ചെടുത്ത തേങ്ങ കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഈ കറി കാണുമ്പോൾ കുടുംബസംഗമം ഓർമ്മ വരുന്നു. എല്ലാവരും ഓരോ വഴിയിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു ചട്ടിയിലാക്കി മാറ്റി. കറിയുടെ ഈ സ്റ്റേജാണ് രസകരമായ ഒരു സ്റ്റേജ്. അരച്ച തേങ്ങ അങ്ങോട്ട് ചേർന്നതോടെ കറിയുടെ മണം വീട്ടിലെ എല്ലാ മുറികളിലേക്കും വിസിറ്റിങ്ങിന് പോകും. അതുമാത്രമല്ല, എല്ലാവരുടെയും സ്മെൽ സെൻസ് ഡ്യൂട്ടിക്കും കയറും. ഇനിയാണ് നമ്മുടെ കറീനെ സുന്ദരിയാക്കൽ ചടങ്ങ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം താളിക്കാം. സത്യം പറയാലോ, ഈ താളിക്കലില്ലെങ്കിൽ കറിയും പറഞ്ഞാൽ എനിക്ക് കുറച്ച് അലങ്കാരം കൂടി വേണമായിരുന്നു എന്ന്. ഇപ്പോൾ ഈ കറിയിലേക്ക് നോക്കിയാൽ നേരത്തെ കണ്ട പ്ലെയിൻ കറിക്കാട്ടി എന്നാ ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ഞാൻ ഒന്നുകൂടെ ഭംഗി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് നാച്ചുറൽ ലൈറ്റിൽ വന്നെടുത്ത വീഡിയോ. അപ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടിയില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.